ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റെ ഫോൺ നമ്പർ പുറത്തുവിട്ട് തുർക്കി ഹാക്കർമാർ. വ്യാഴാഴ്ച വൈകുന്നേരം ഇസ്രായേൽ കാറ്റ്സിൻ്റെ ഫോണിലേക്ക് ഹാക്കർമാർ വീഡിയോ കോളും ചെയ്തു. കോൾ കാറ്റ്സ് അറ്റൻഡ് ചെയ്തു. വൈനെറ്റ് ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കോളിനിടെ ഹാക്കർ പ്രതിരോധ മന്ത്രിയെ അപമാനിച്ചു. തുടർന്ന് കാറ്റ്സ് കോൾ കട്ട് ചെയ്തെന്നും വൈനെറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കാറ്റ്സ് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ചെയ്തു. തുർക്കി ഹാക്കർ ഗ്രൂപ്പ് പിന്നീട് ഈ ചിത്രം പുറത്തുവിട്ടു. വാട്സാപ്പിൽ കാറ്റ്സിന് അയച്ച നിരവധി സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടും അവർ പ്രസിദ്ധീകരിച്ചു. ഹാക്കർമാർ കാറ്റ്സിന് അയച്ച ആദ്യത്തെ സന്ദേശം ഇങ്ങനെയാണ്: കാറ്റ്സ്, നിങ്ങളുടെ മരണം അടുത്തിരിക്കുന്നു. ഞങ്ങൾ ഖസാമിൻ്റെ സംരക്ഷകരാണ്. ഞങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ രാജ്യത്തിനെയും ചരിത്രത്തിൽ കുഴിച്ചു മൂടും. അടുത്ത രണ്ട് സന്ദേശങ്ങൾ ഇങ്ങനെയാണ്: നീ എന്നെ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞ ശേഷം ഹാക്കർ ഇസ്രായേൽ കാറ്റ്സിനെ തെറി വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അവസാന സന്ദേശത്തിനടുത്തായി ഒരു ടിക്ക് മാത്രമേ ഉള്ളൂ. കാറ്റ്സ് നമ്പർ ബ്ലോക്ക് ചെയ്തു എന്ന് വ്യക്തം. വൈനെറ്റ്സിൻ്റെ റിപ്പോർട്ട് പറയുന്നത് കാറ്റ്സ് വർഷങ്ങളായി ഒരേ ഫോൺ നമ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. നേരത്തെ വിവിധ ഗ്രൂപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ പ്രചരിച്ചിരുന്നതായും വൈനെറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കാറ്റ്സിൻ്റെ നമ്പർ പ്രസിദ്ധീകരിച്ച ശേഷം അദ്ദേഹത്തിന് ആയിരക്കണക്കിന് മോശം സന്ദേശങ്ങൾ ലഭിച്ചതായും വൈനെറ്റ് റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ നിങ്ങളെ കൊല്ലുമെന്ന ഭീഷണിയായിരുന്നു കൂടുതലും. 69-കാരനായ കാറ്റ്സ് 2024 നവംബർ മുതൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ യോവ് ഗാലന്റ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ഗാസയിൽ നടന്ന യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടുകയാണ്. ഗാസയിലെ തെക്കൻ നഗരമായ റാഫയിലെ തടങ്കൽപ്പാളയം എന്ന് വിളിക്കുന്ന മേഖലയിലേക്ക് പലസ്തീനികളെ മാറ്റാനുള്ള പദ്ധതികൾക്ക് കാറ്റ്സ് നേതൃത്വം നൽകി. തെക്കൻ ഗാസയിലെ അൽമവാസി പ്രദേശത്തെ ക്യാമ്പുകളിലും താൽക്കാലിക വീടുകളിലും നിലവിൽ താമസിക്കുന്ന 6 ലക്ഷത്തോളം പലസ്തീനികളെ റാഫ നഗരത്തിലെ ഒരു പ്രദേശത്തേക്ക് കുടിയിറക്കുമെന്ന് കാറ്റ്സ് പറഞ്ഞു. അതിനിടെ ഖത്തർ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് അറബ് രാജ്യങ്ങൾ. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ-അവീവിലെ എംബസി അടച്ചുപൂട്ടണമെന്ന ഖത്തറിൻ്റെ അഭ്യർത്ഥന UAE ഗൗരവമായി പരിഗണിക്കുന്നതായി റിപ്പോർട്ട് വരുന്നു. ഇസ്രായേലിനെതിരെ ഏകീകൃത നിലപാട് സ്വീകരിക്കാൻ ഖത്തർ ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. അതിനാൽ ഈ നീക്കം ഉന്നതതല ശ്രദ്ധ നേടുന്നുണ്ടെന്നും നയതന്ത്ര വിദഗ്ധർ പ്രമുഖ മാധ്യമമായ ഫാരിസിനോട് പറഞ്ഞു. അബുദാബിയിലെ ഇസ്രായേൽ അംബാസിഡർ യോസി ഷെല്ലിയുടെ മോശം പെരുമാറ്റത്തിൽ ഏറെക്കാലമായി ആ രാജ്യം കടുത്ത അതൃപ്തിയിലാണ്. ഈ സാഹചര്യത്തിൽ ഖത്തറിൻ്റെ അഭ്യർത്ഥന കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. ഹമാസ് നേതാക്കൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ഇസ്രായേലും US ഖത്തറിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഖത്തർ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിലാണ് അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് ഖത്തർ ഒരുങ്ങുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ ബുധനാഴ്ച ആക്രമണത്തിന് പിന്നാലെ ഖത്തറിലെത്തിയിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ശക്തമായ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താൻ ഖത്തർ ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.